ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിൻ്റെ ഒരു അഭിമുഖം വിവാദമായി മാറിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയെ വിമർശിച്ചുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനലിന് അദ്ദേഹം ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളും ചില വിമർശനങ്ങളുമുണ്ട്. സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂപപ്പെട്ടിരിക്കുന്ന സമവായ ഫോർമുലയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട്, പുറത്താക്കണം എന്ന് അദ്ദേഹം വ്യംഗ്യമായും നേരിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. നിയമാനുസൃതം അല്ല പല കാര്യങ്ങളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഏതാനും ചില കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിനോട് ആദരപൂർവ്വം ചോദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. അങ്ങ് പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദമാണ് നിയമാനുസൃതം എന്ന പദം. എനിക്ക് അങ്ങയോടും ചോദിക്കാനുള്ളത്, അങ്ങ് ഒരു യൂട്യൂബ് ചാനലിന് ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയത് ഉചിതമാണോ അല്ലേ? സഭയിൽ വളരെ സീനിയറായിട്ടുള്ള, സഭയുടെ ചട്ടക്കൂടിനെ പറ്റിയും നിയമങ്ങളെപ്പറ്റിയും കൃത്യമായി അറിയാവുന്ന അങ്ങ് സീറോ മലബാർ സഭ എടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എടുത്ത ഒരു തീരുമാനത്തിനെതിരെ ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖം നൽകിയത് ഉചിതമാണോ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഈ അഭിമുഖത്തിൽ അങ്ങ് ഒരു ഭൗതിക സത്യസന്ധത പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഭൗതിക സത്യസന്ധത എന്താണ് എന്ന് നമുക്കറിയാം. ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ വസ്തുതകളും പറയുക എന്നുള്ളതാണ് ഭൗതിക സത്യസന്ധത. കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു ഭൗതിക സത്യസന്ധതയാവില്ല. ഇതിലങ്ങ് പല സർക്കുലറുകളും കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്നാൽ അങ്ങ് ബോധപൂർവം നിശബ്ദത പാലിച്ച അല്ലെങ്കിൽ പറയാതിരുന്ന ഒരു സർക്കുലർ കൂടിയുണ്ട്. ആ സർക്കുലർ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറാണ്. 2025 ജൂൺ 6 തീയതിയാണ് ആ സർക്കുലർ പുറത്തിറക്കിയത്. ആ സർക്കുലറിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാനത് വായിക്കാം. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും കൂടെ ഇറക്കിയ ആ സർക്കുലറിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ് ഇപ്രകാരമാണ്. ഇപ്രകാരം രൂപപ്പെടുത്തിയ മാർഗരേഖ സഭയുടെ സ്ഥിരം സിനഡിന്റെ യോഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു. തുടർന്ന് സ്ഥിരം സിനഡിലെ അംഗങ്ങളും പൊണ്ടിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി 24/3/2025 ഈ മാർഗരേഖ ഓൺലൈൻ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് 2025 മെയ് മാസം 10-ാം തീയതി സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങളും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് അഭിമന്യ കർദിനാൾ ക്ലൗദിയോ ഗുജറാത്തി പിതാവും കാര്യാലയത്തിലെ മറ്റ് ഔദ്യോഗിക അംഗങ്ങളുമായി ഓൺലൈൻ മീറ്റിംഗിൽ ഈ മാർഗരേഖ വിശദമായി ചർച്ച ചെയ്തു. ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ, ഫൊറോന വികാരിമാർ, ആലോചനാ സമിതി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത സമ്മേളനത്തിലും തുടർന്ന് സമ്പൂർണ്ണ വൈദിക സമ്മേളനത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി. മേൽപ്പറഞ്ഞ കൂടിയാലോചനകളുടെ വെളിച്ചത്തിൽ പ്രശ്ന പരിഹാരത്തിനായി രൂപപ്പെടുത്തിയ മാർഗരേഖയുടെ വിശദാംശങ്ങൾ താഴെ പറയുന്നവയാണ്. സിനഡും സ്ഥിരം സിനഡും മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും പൗരസ്ത്യ കാര്യാലയത്തിൻ്റെ അധ്യക്ഷനുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു ഫോർമുലയാണിത്. അപ്പോൾ എൻ്റെ 3-ാമത്തെ ചോദ്യം, സഭയുടെ വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ ഈ സമവായ ഫോർമുല അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? 4-ാമത്തെ ചോദ്യം, സഭയിൽ ആരാധനക്രമ വിഷയത്തിൽ വിയോജിപ്പുള്ളവരെ മുഴുവൻ പുറത്താക്കുക എന്നതാണോ അങ്ങയുടെ നിലപാട്? അതാണ് നിലപാടെങ്കിൽ 1993 നവംബർ മാസത്തിൽ അങ്ങും ഇതേ തെറ്റ് തന്നെ ചെയ്തയാളാണ്. അങ്ങയുടെ നേതൃത്വത്തിൽ വൈദികര് വിയോജനം രേഖപ്പെടുത്തിയതും അന്നത്തെ മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് എബ്രഹാം കാട്ടുമന പിതാവിനെതിരെ സംസാരിച്ചതുമെല്ലാം പത്രമാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. അന്ന് അങ്ങ് ചെയ്തത് ആ ഗണത്തിൽ വരികയില്ലേ? 5-ാമത്തെ ചോദ്യം, സഭയിൽ ഇന്ന് സംജാതമായിരിക്കുന്ന സമാധാനത്തിൽ അങ്ങ് സന്തോഷവാനല്ലേ? തീർച്ചയായും നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സഭയിൽ നടന്നു, വസ്തുതയാണ്, ദുഃഖകരമാണ്. വൈദികരും സന്യസ്തരും വിശ്വാസികളും എല്ലാം അതിൽ ദുഃഖിതരുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 1 വർഷമായി സഭയിൽ സമാധാനം സംജാതമായിരിക്കുന്നു. വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരു സമാധാന ഫോർമുല ഉണ്ടായിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത മേജർ ആർച്ച് ബിഷപ്പ് വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി, എറണാകുളം അതിരൂപതയിലെ വൈദികര്, സന്യസ്തര്, ദൈവജനം, ഇവരെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്താണ്
ഈ സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടത്. അതിന് സഭയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്ന് അനുകൂലമായ നിലപാടുകളും ഉണ്ടായിട്ടുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് യേശു പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ഈ പഠനമനുസരിച്ച് ഈ സമാധാന ഫോർമുലയ്ക്ക് നേതൃത്വം കൊടുത്തവരെല്ലാം ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് തന്നെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസാണ്. സമാധാനം അത്രമാത്രം വിലപിടിച്ച മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ സമ്പത്താണ്. അതുകൊണ്ട് അങ്ങും ആഗ്രഹിക്കുന്നില്ലേ ഈ സഭയിൽ ഈ സമാധാനം നിലനിൽക്കാൻ? സമാധാനം സ്ഥാപിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടാൻ അങ്ങും ആഗ്രഹിക്കുന്നില്ലേ? വിയോജിപ്പുള്ളവരെ മുഴുവൻ പുറത്താക്കുമ്പോൾ ലഭിക്കുന്ന സുഖമാണോ, സമവായത്തിലൂടെ ഉണ്ടാകുന്ന സമാധാനത്തിൽ ലഭിക്കുന്ന സന്തോഷമാണോ? ഏതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? സമാധാനമല്ലേ മഹത്തരം? അതല്ലേ ദൈവീകം? അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നന്ദി.